നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലഹരിയിലാണ്, സന്തോഷത്തിലാണ് രാജ്യം മൊത്തം. മിലിറ്ററി അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തു. പഹൽഗാമിൽ കയറി ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണമായിട്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനിലെ ഏതാനും തീവ്രവാദി താവളങ്ങൾ തകർത്തു എന്നാണ് നമ്മൾ വാർത്തകളിലൂടെ വായിച്ചത്. ആർമിക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി നമ്മുടെ രാജ്യത്തെ ആൾക്കാരെ പുറത്തു നിന്നുള്ളവരാണ് കൊലപ്പെടുത്തിയതെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ രാജ്യം നിർവഹിച്ചു. പക്ഷേ ഇവിടെ ചില വലിയ വലിയ പക്ഷികൾ ബാക്കിയാകുന്നുണ്ട്. അതിലൊന്നാമത്തെ പക്ഷേ എന്നത് പഹൽഗാമിൽ എങ്ങനെയാണ് തീവ്രവാദികൾക്ക് ഇത്ര സുഖമായിട്ട് വന്ന് നമ്മുടെ ആൾക്കാരെ കൊന്നിട്ട് പോകാൻ സാധിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ജമ്മു കാശ്മീർ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ആ ഏരിയയിൽ പഹൽഗാമിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടത്ത് ഒരു കരുതൽ എന്ന നിലയിൽ ഒരു 2-3 സായുധരായിട്ടുള്ള പോലീസുകാരെയോ പട്ടാളക്കാരെയോ എങ്കിലും എന്തുകൊണ്ട് നമ്മുടെ രാജ്യം നിയോഗിച്ചില്ല? ഇത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഞാൻ ചോദിക്കില്ല, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഞാൻ ചോദിക്കില്ല. പക്ഷേ ജമ്മു കാശ്മീരിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ സുരക്ഷ എന്ന നിലയിൽ ഒരു 3-4 പോലീസുകാരെങ്കിലും, സായുധരായിട്ടുള്ള ഒരു 3-4 പോലീസുകാരെങ്കിലും അവിടെ ഉണ്ടാകണ്ടേ? അങ്ങനെ അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വന്ന തീവ്രവാദികൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമായിരുന്നു? ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റുമായിരുന്നില്ല. തിരിച്ചടി അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. അവരെ ജീവനോടെ പിടികൂടണമായിരുന്നു. അവരെ ജീവനോടെ പിടികൂടി അവരെ ചോദ്യം ചെയ്ത് അവരെ നിയോഗിച്ചത് ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണമായിരുന്നു. എന്തുകൊണ്ട് നമുക്കത് സാധിച്ചില്ല? ഇത് വളരെ വലിയ ഒരു ചോദ്യമാണ്. രണ്ടാമത്, എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയതോ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തിയതോ ആയ ഒരു സംഭവം. നിങ്ങൾക്കറിയാം, ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു നേവൽ ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് പോയതാണ്. അദ്ദേഹവും വെടിയേറ്റ് മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ആർമി ഓഫീസർ, സായുധ സേനയുടെ അംഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹത്തെയും ഈ തീവ്രവാദികൾ കൊന്നിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ആർമി ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ ഇത്തരത്തിൽ അവർ പുറത്ത് ആയിരിക്കുന്ന സമയത്ത് പോലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്ന് പരിശീലിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് പോലും ഉണ്ടായില്ല എന്നത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തുടനീളം സർക്കാർ മോക്ക് ഡ്രില്ല് നടത്തി. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് മുതലായ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം യുദ്ധം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സുരക്ഷ നോക്കാൻ ആൾക്കാർക്കറിയാം. യുദ്ധം പ്രവചനാതീതമാണ്. അത് മോക്ക് ഡ്രില്ല് വഴിയൊന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ബോംബ് സ്ഫോടനത്തിൽ ഒരു ബിൽഡിംഗ് തകർന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും? മോക്ക് ഡ്രില്ല് നടത്തി നമുക്ക് ബിൽഡിംഗ് തകർക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മോക്ക് ഡ്രില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ആവശ്യമുള്ളതാണെന്ന് സർക്കാരിന് തോന്നിയെങ്കിൽ അവർ നടത്തിക്കോട്ടെ. പക്ഷേ നമ്മൾ ഈ വാർത്തകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇതേ സമയത്ത് കേട്ട ഒരു വാർത്തയാണ് പാകിസ്ഥാൻ ആർമി ബോർഡറിൽ ഷെല്ലാക്രമണം നടത്തി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ഏതാണ്ട് 15ഓളം ആൾക്കാരെ കൊലപ്പെടുത്തിയെന്ന വാർത്ത. ആ കൂട്ടത്തിൽ ഒരു സൈനികനും ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഭാഗത്ത് മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ഇടയുള്ള സ്ഥലത്ത് വീണ്ടും സെക്യൂരിറ്റി ലാപ്സ്. അവിടെ നമുക്ക് വീണ്ടും സെക്യൂരിറ്റി പിഴ സംഭവിക്കുകയാണ്. പാകിസ്ഥാൻ സുഖമായിട്ട് കയറി ആക്രമിച്ച് 15ഓളം ആൾക്കാരെ കൊലപ്പെടുത്തി. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഒരു വലിയ വിജയം ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി. നമ്മുടെ ആൾക്കാർ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ഒരു പിഴവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനെ അങ്ങോട്ട് കയറി നമ്മൾ ആക്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങോട്ടൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയും
അങ്ങനെ അവർ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഇടത്ത് നമ്മൾ കാര്യമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുകയും അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടൻ തന്നെ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ 15 പേര് കൊല്ലപ്പെട്ടു എന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഘോഷങ്ങൾ വിവരിക്കുന്ന പത്രങ്ങളിൽ തന്നെ ഉണ്ട്. കൂട്ടത്തിലൊരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു. ഇനി ഇതുകൂടാതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ തീവ്രവാദി ആക്രമണത്തെ കാണുന്നത് ഒരു മതപരമായ വിഷയമായിട്ടാണ്. അങ്ങനെയാണ് ലോകമെമ്പാടും അതിനെ ചിത്രീകരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തീവ്രവാദം നടത്തുന്നത് മാഫിയകളാണ്, മതങ്ങളല്ല. മാഫിയകൾ അവരുടെ താല്പര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് തീവ്രവാദികളെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടത്തിയതിൻ്റെ പിന്നിൽ ചില മാഫിയകളുണ്ട്. അത് ഏത് മാഫിയകളാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആയുധ മാഫിയകൾ തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആയുധ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ സംഘർഷങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യാതൊരു ശത്രുതയുമില്ല, അവർ ഭായി ആണ്, തൊഴിൽ കയറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ല. പാകിസ്ഥാന് സമാധാനമുണ്ട്, ഇന്ത്യക്ക് സമാധാനമുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിൽ ശത്രുതയൊന്നുമില്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെയും ആയുധങ്ങളുടെ സാധ്യത മങ്ങുകയാണ്. എന്നാൽ ലോകത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ട് സ്നേഹത്തിൽ പോകരുത് എന്നും അവർ തമ്മിൽ ഉറപ്പായിട്ടും ശത്രുത വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ആയുധ മാഫിയകൾ. ഞാൻ ആയുധ മാഫിയകൾ എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളെന്ന് അർത്ഥമില്ല. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കുന്ന നമ്മളാരും അറിയാത്ത മാഫിയകളുണ്ട്. അവരുടെ ആഗ്രഹം കൂടുതൽ ആയുധ കച്ചവടം നടക്കണം, കൂടുതൽ യുദ്ധവിമാനങ്ങളുടെ കച്ചവടം നടക്കണം, യുദ്ധക്കോപ്പുകളുടെ കച്ചവടം നടക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ സംഘർഷം ഉണ്ടാകണം, ടെൻഷൻ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും ആയുധ മാഫിയ സ്പോൺസർ ചെയ്തതാണോ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണം എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. നമ്മൾ അവിടെ കയറി നമ്മുടെ ആൾക്കാരെ കൊലപ്പെടുത്തിയ വ്യക്തികളെ കണ്ടെത്താൻ സാധിക്കാതെ അതിന് ബദലായിട്ട് പാകിസ്ഥാനിൽ നമ്മളൊരു ആക്രമണം നടത്തിയത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദികളെ നിയോഗിച്ചവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടത്തിയ ആൾക്കാർ എവിടെയോ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്. അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അവരെ ആയിരുന്നു നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഈ ആക്രമണം നടത്തിയവരെയും അവരെ നിയോഗിച്ചവരെയും ഞങ്ങൾ കണ്ടെത്തുമെന്നാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ട് നടന്ന ഒരു ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം ഉണ്ടായെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണം നടത്തിയത്, അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തികൾ ആരാണ്, ഇതൊന്നും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. നാളെ സാധിക്കുമോ എന്നറിഞ്ഞും കൂടാ. സാധിക്കേണ്ട കാര്യമാണത്. ലോകത്തെല്ലായിടത്തും അസമാധാനം സൃഷ്ടിക്കുന്നത് മാഫിയകളാണ്. ഈ മാഫിയകളെ നിയന്ത്രിക്കാതെ ഈ ലോകത്ത് സമാധാനം വരില്ല. ഞാൻ നിങ്ങളോട് ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വിചാരം ഇസ്രായേലും ഹമാസും ശത്രുക്കളാണെന്നാണ്. അങ്ങനെയാണ് പ്രചരണം. യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹമാസ്. ഹമാസ് പലസ്തീൻ്റെ ശത്രുക്കളാണ്. ഹമാസിൻ്റെ തനിനിറം തിരിച്ചറിഞ്ഞ പലസ്തീനികൾ ഹമാസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന മുദ്രാവാക്യം റോഡിലിറങ്ങി വിളിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ന് പലസ്തീനികളുടെ ഈ ഗതികേടിന് കാരണം ഹമാസാണ്. ഹമാസിനെ കൊണ്ട് ചെയ്യിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേലിന് ഗാസ വേണമായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഗാസ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഗാസ പിടിച്ചെടുത്ത് അവിടെ സ്വന്തമാക്കാൻ വേണ്ടി ഹമാസിനെ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ട പലസ്തീനികളെ അവിടെ നിന്ന് തുരത്താനുള്ള തന്ത്രം ഇവരെല്ലാം കൂടി ചേർന്ന് മെനഞ്ഞതാണ്. എന്നാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണ്? ഹമാസ് തീവ്രവാദി ആക്രമണം നടത്തി അതിന് ബദലായിട്ട് ഇസ്രായേൽ അടിക്കുന്നു എന്നാണ്. ഇതുപോലെയാണ് പലയിടത്തും നടക്കുന്ന ആക്രമണങ്ങൾ. എന്നതുപോലെ നമ്മുടെ രാജ്യത്തേക്കും കയറിക്കൂടി ഇത്തരത്തിൽ മേജർ രവി പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ആക്രമണമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ആരോ ചെയ്യിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അവരെ കണ്ടെത്തി അവരെ നശിപ്പിച്ച് അവരുടെ വേരർത്തെങ്കിൽ മാത്രമേ നാളെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ആർമിയെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്തു. ഇങ്ങനെയുള്ള ജോലികളും അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരെ അത് ഏൽപ്പിക്കണം. ഇന്ത്യൻ ആർമിക്ക് സല്യൂട്ട്.